എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഏത് ഭാഷ സംസാരിക്കണമെങ്കിലും ആ ഭാഷയുടെ പ്രധാനപ്പെട്ട കുറച്ച് ക്രിയകൾ, വെർബ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഹിന്ദി ഭാഷയുടെ പ്രധാനപ്പെട്ട കുറച്ച് ക്രിയകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ തുടങ്ങാം. ഇവിടെ ഈ കാണുന്നതാണ് ക്രിയയുടെ പ്രസൻറ്റ് ഫോം. ക്രിയയുടെ പ്രസൻറ്റ് ഫോമാണ്. ഇതാണ് ക്രിയയുടെ പാസ്റ്റ് ഫോം എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ സംഭവം. ഓക്കെ, കഴിഞ്ഞത് പറയാം, കഴിഞ്ഞ കാലം. അപ്പോൾ ഒന്നാമതാണ് കർണ. എല്ലാവർക്കും അറിയാം, കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നാണ്. ചെയ്തു എന്ന് പറയണം, എങ്ങനെ പറയാ? കിയ. രണ്ടാമതാണ് കാന. കാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, ഭക്ഷണം. ഭക്ഷണത്തിനും നമ്മൾ കാന എന്ന് പറയാം. ഓക്കെ, ഭക്ഷണം. ഇവിടെ കാന എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നാണ്, ക്രിയയാണ്. അതിൻ്റെ സെക്കൻഡ് ഫോം ആണ് കായ, കഴിച്ചു. മൂന്നാമതാണ് പീന. പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക. ഇനി കുടിച്ചു എന്ന് പറയണം, എന്താ പറയാ? പിയ. അടുത്താണ് ലിഖന, എഴുതുക. ലിഖ, എഴുതി. അപ്പം ഞാൻ പറയാണ്, ഞാനൊരു കഥ എഴുതി. ഞാനൊരു കഥ എഴുതി. അപ്പം നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇതാണ്, ലിഖ എന്ന് പറയുന്ന ഈ ഒരു വേർഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്താ പറയാം? മേനെ എ കഹാനി ലിഖ. കണ്ടോ? മേനെ എ കഹാനി ലിഖ. അടുത്താണ് പഠന. പഠന എന്ന് പറഞ്ഞാൽ വായിക്കുക എന്നാണ്. ഇനി വായിച്ചു എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയണം പട. പട എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. അടുത്താണ് പഠാന. പഠാന എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക എന്നാണ്. പഠാന, പഠന, വായിക്കുക. പഠാന, പഠിപ്പിക്കുക. പടായ. പടായ എന്ന് പറഞ്ഞാലോ പഠിപ്പിച്ചു എന്നായി. അടുത്താണ് ബുലാന. ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. വിളിച്ചു എന്ന് പറയണം, എന്ന് പറയാ ബുലായ. വിളിച്ചു, ഞാൻ വിളിച്ചു, മേനെ ബുലായ. അടുത്താണ് ബോല എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് ബോല, പറഞ്ഞു. മേനെ ബോല, ഉസ്നെ ബോല, ഉന്നോനെ ബോല, ആപ്നെ ബോല. അടുത്താണ് കേൽന. കേൽന ഇവിടെ കളിക്കുക എന്നാണ്. അതിൻ്റെ പാസ്റ്റ് ഫോം ആണ് കളിച്ചു, കേല എന്നാണ്. കേല, കേല. കേല പറഞ്ഞാൽ കളിച്ചു. അടുത്താണ് ദേഖന. ദേഖന എന്ന് പറഞ്ഞാൽ കാണുക. ഇനി കണ്ടു എന്ന് പറയണം, പറയാം ദേഖ. ദേഖ എന്ന് പറഞ്ഞാൽ കണ്ടു. ഇനി അടുത്താണ് രക്ന. രക്ന എന്ന് പറഞ്ഞാൽ വെക്കുക. എന്തെങ്കിലും സാധനം വെച്ചു, വെക്കുക. ഇനി വെച്ചു എന്ന് പറയണം, പറയാം രഖ. രഖ എന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചു. ഓക്കെ, രഖ, ഞാൻ രഖ എന്ന് വെച്ചു എന്നാണ്. മേനെ രഖ, ഞാൻ വെച്ചു. ഇനി അടുത്താണ് ബേജ്ന. ജി. ഇത് ജ ആണ്, ജ സൗണ്ടാണ്, ജി സൗണ്ട്. ഓക്കെ, ബേജ്ന, ജി. ബേജ്ന എന്ന് പറയാലോ അയക്കുക, എന്തെങ്കിലും ഒരു സാധനം അയക്കുക. അപ്പം ഞാൻ പറയാണ്, ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഒരു മെസ്സേജ് അയച്ചു. പറയാം മേനെ ഏക് സന്ദേശ്, അല്ലെങ്കിൽ മേനെ ഏക് മെസ്സേജ് ബേജ. മേനെ ഏക് മെസ്സേജ് ബേജ. ഓക്കെ, അടുത്താണ് ബേച്ന. ഇത് ചിയാണ്, ഛ സൗണ്ടാണ്. ഓക്കെ, ബേച്ന. ബേച്ന എന്ന് പറഞ്ഞാൽ ബേച്ന എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നാണ്. എന്താണ്? വിൽക്കുക. വിൽക്കുക എന്നല്ല, സോറി, വിൽക്കുക എന്നാണ്. ഓക്കെ, എന്താണ്? വിൽക്കുക. അടുത്താണ് ഇതിൻ്റെ പാസ്റ്റ് ഫോം ആണ് വിറ്റു എന്ന് പറയാ ബേച്ച് ദിയ എന്നാണ്. ബേച്ച് ദിയ. ബേച്ച് ദിയ എന്ന് പറഞ്ഞാലോ വിറ്റു എന്നായി. ഇത് വിൽക്കുക, ഇതെന്താണ്? വിറ്റു. അടുത്താണ് കോൽന. കോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക. കോൽന എന്ന് പറഞ്ഞാൽ തുറക്കുക. അപ്പോൾ കോൽന എന്ന് പറഞ്ഞാലോ തുറന്നു എന്നായി. അതായി തുറന്നു എന്നായി. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ജാന. ജാന എന്ന് പറഞ്ഞാൽ പോകുക, അല്ലേ? അതിൻ്റെ പോയി എന്നോ, ഗയ എന്ന് പറഞ്ഞാൽ പോയി എന്നായി. അടുത്താണ് ആന. ആന എന്ന് പറഞ്ഞാൽ വരുക. ഇനി വന്നു എന്ന് പറയണം, പറയാം ആയ. ആയ എന്ന് പറഞ്ഞാൽ വന്നു. ആയ എന്ന് പറയാം, അല്ലെങ്കിൽ ആലിയ എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി അടുത്താണ് സോന. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. അതിൻ്റെ ഉറങ്ങിയെന്നാണ് സോഗയ എന്നാണ്. സോഗയ. സോയ എന്ന് പറയാം, സോയ അല്ലെങ്കിൽ സോഗയ. സോയ അല്ലെങ്കിൽ സോഗയ. അടുത്താണ് പഹുഞ്ചന. പഹുഞ്ചന എന്ന് പറഞ്ഞാൽ എത്തുക. ഞാൻ എത്തി, പഹുഞ്ചിക. പഹുഞ്ചിക എന്നാൽ പൗഞ്ചിക എന്ന് പറഞ്ഞാലോ എത്തി എന്നായി. ഓക്കെ, പൗഞ്ചിന എത്തുക, പൗഞ്ചികയ എത്തി എന്നായി. അടുത്താണ് രഹന. രഹന എന്ന് പറഞ്ഞാൽ താമസിക്കുക. രഹന എന്ന് പറഞ്ഞാൽ താമസിക്കുക. അപ്പോൾ രഹ എന്ന് പറഞ്ഞാലോ താമസിച്ചു. ഓക്കെ, ഇത് പാസ്റ്റ് ഫോമാണ്, രഹ, താമസിച്ചു. അടുത്താണ് റോണ. റോണ എന്ന് പറഞ്ഞാൽ കരയുക എന്നാണ്. റോണ എന്ന് പറഞ്ഞാൽ കരയുക. ഇനി റോയ. റോയ എന്ന് പറഞ്ഞാലോ കരഞ്ഞു എന്നായി. റോണ എന്ന് പറഞ്ഞാൽ കരയുക, റോയ എന്ന് പറഞ്ഞാലോ കരഞ്ഞു എന്നായി. അടുത്താണ് ഹസ്ന. ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഹസ്ന. ഹസ്ന അല്ല, ഹ് സൗണ്ടാണ്, ഹ്. ഹസ്ന, ചിരിക്കുക. അപ്പോൾ ചിരിച്ചു എന്ന് പറയണം, ഇങ്ങനെ ഹസ എന്നാണ്. ഹസ. അടുത്താണ് ഖട ഓന. ഖട ഓന. ഖട ജോ,
ഖട ഹോന ഖട എന്ന് പറഞ്ഞാൽ എന്താണ്? നിൽക്കുക എന്നാണ്. ഖട ഹോന എന്ന് പറഞ്ഞാൽ നിൽക്കുക. അപ്പം ഖട ഹുവ എന്നാണ്. ഖട ഹുവ എന്ന് പറഞ്ഞാലോ നിന്നു എന്നായി. ഖട ഹുവ. ഓക്കെ. ഖട ഹോന നിൽക്കുക, അതുപോലെ ഖട ഹുവ നിന്നു എന്നായി. അടുത്താണ് ഇത് ബൈഡ്ന എന്നല്ല, ബേഡ്ന എന്നാണ്. ബേഡ്ന എന്താണ്? ബേഡ്ന. ബേഡ്ന എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നാണ്. ബേട്ട. ബേട്ട എന്ന് പറഞ്ഞാലോ ബേട്ട എന്നല്ല, ബേഠ. ബേഠ എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നർത്ഥം. ഇരുന്നു. ഓക്കെ. ഇരുന്നു. മേ ബേഠ. അടുത്താണ് രുക്കുന. രുക്കുന എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക എന്നാണ്. രുക്കുന എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക. ഓക്കെ. ഇതെന്താണെന്ന്? രുക്ക, കാത്തു നിന്നു എന്നായി. കാത്ത് നിന്നു എന്നായി. ഓക്കെ. കാത്തു നിന്നു. ഇവിടെ നിന്നു, കാത്തു നിന്നു എന്നാണ്. ഓക്കെ. കാത്ത് നിന്നു. അടുത്താണ് ഉട്ന. ഉട്ന എന്ന് പറഞ്ഞാൽ എണീക്കുക. ഉട്ന എന്ന് പറഞ്ഞാൽ എണീക്കുക. ഉഠ എന്ന് പറഞ്ഞാലോ എണീറ്റു എന്നായി. മർണ. മർണ എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ്. മർണ മരിക്കുക. മറുകയ എന്ന് പറഞ്ഞാലോ മരിച്ചു എന്നായി. മറുകയ മരിച്ചു. വോ മറുകയ അവൻ മരിച്ചു എന്നായി. ഇനി ഇവിടെ നാച്ന. നാച്ന എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക. നാച്ന എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്യുക. അപ്പം നാച്ച എന്ന് പറഞ്ഞാലോ നൃത്തം ചെയ്തു എന്നായി. ഇനി അടുത്താണ് ഉത്തർണ. ഉത്തർണ എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഉത്തരോ ഉത്തരവും ഇറങ്ങൂ ഉണ്ടോ? ഉത്തരം എന്ന് പറഞ്ഞാൽ ഇറങ്ങൂ. ഇതാണ് ഉത്തര. ഉത്തര എന്ന് പറഞ്ഞാൽ ഇറങ്ങിയെന്നായി. എന്താണ്? ഇറങ്ങിയെന്നായി. ഓക്കെ. മേ ഉത്തര എന്നായി. അടുത്താണ് ചടന. ചടന എന്ന് പറഞ്ഞാൽ കയറുക എന്നായി. കയറൂ. ചടോ. ചടോ എന്ന് പറഞ്ഞാൽ കയറൂ എന്നായി. ഓക്കെ. കയറുക. അടുത്താണ് ചട. മേ ചട, ഞാൻ കയറി. മേ ചട, ഞാൻ കയറി. ഇനി ഇവിടെ ശ്രദ്ധിക്കണം വെച്ചാൽ നമുക്കറിയാം ഹിന്ദിയിൽ ഞാൻ എന്ന് പറയുന്നതിന് 2 വേർഡ്സുകളുണ്ട്. ഒന്നാണ് മേ, നമ്മൾ സാധാരണ മേ ഒക്കെ നോർമൽ വേർഡ്. രണ്ടാമത്താണ് ഞാൻ, മേനെ. മേനെന്ന് പറയാറുണ്ട്, മേ എന്ന് പറയാറുണ്ട്. ഇനി എപ്പോഴാണ് മേ ഉപയോഗിക്കേണ്ടത്, അതുപോലെ എപ്പോഴാണ് മേനെ ഉപയോഗിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ഞാൻ പറയാണ്, ഇവിടെ ഞാൻ പറയാണ് കർണ. കർണ എന്ന് പറയുന്ന ക്രിയയുടെ പാസ്റ്റ് ഫോമാണ് കിയ. കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു എന്നാണ് അല്ലേ. കിയ എന്ന് പറഞ്ഞാൽ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, എന്ത് ചെയ്തു, എന്ത് ചെയ്തു, എന്ത് ചെയ്തു അല്ലേ, അതവിടെ വന്നിരിക്കണം. അതിനെയാണ് നമ്മൾ പറയുക ഒബ്ജക്റ്റ്. എന്താ പറയുക? ഒബ്ജക്റ്റ്. ഞാൻ പറയാണ് ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഞാൻ എൻ്റെ ജോലി ചെയ്തു. എന്താണ് ചെയ്തത്? ജോലിയല്ലേ. അപ്പോൾ ജോലി എന്താണ്? ഒബ്ജക്റ്റാണ്. എന്ന് വെച്ചാൽ ഈ കാണുന്ന ക്രിയയുടെ കൂടെ ഒബ്ജക്റ്റ് വന്നിരിക്കണം. ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ക്രിയകളാണ്. അങ്ങനെ ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ക്രിയകൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ഉപയോഗിക്കേണ്ടത്? ഞാൻ എന്ന് പറയുന്നതിന് മേനെ, അതുപോലെ നിങ്ങൾ എന്ന് പറയുന്നതിന് ആപ്പ് എന്ന് പറയാം, ആപ്പ് അല്ലെങ്കിൽ തും, അവിടെ ആപ്പ് നേ എന്ന് ഉപയോഗിക്കേണ്ടി വരും. നേ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ വേർഡ് ചേർക്കേണ്ടി വരും. എന്താണ്? അതുപോലെ ആണോ ഉസ്നെ എന്ന് പറഞ്ഞാൽ അവൻ അവൾ, ഹംനെ എന്ന് പറഞ്ഞാലോ ഞങ്ങൾ. അതുപോലെ ഉന്നോനെ, ഉന്നോനെ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ്. പക്ഷെ ഉന്നോനെ നമുക്ക് അവൻ അവൾ അദ്ദേഹം നമുക്ക് റെസ്പെക്റ്റോട് കൂടി പറയണമെങ്കിൽ അവിടെ ഉസ്നെ എന്ന് ഒഴിവാക്കിയിട്ട് അവിടെ ഉന്നോനെ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഉന്നോനെ എന്ന് പറയുന്ന വേർഡിന് അവർ, അവൻ, അവൾ 3 അർത്ഥങ്ങളായി. അപ്പോൾ ഇനി അടുത്ത് നോക്കാം അല്ലേ. അപ്പം ഞാൻ പറയാണ് കാന. കാന എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് കായ. ഞാൻ പറയാണ് കഴിച്ചു. അപ്പം കഴിച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വരാം, എന്ത് കഴിച്ചു അല്ലേ, എന്ത് കഴിച്ചു. എഴുതി, എന്തെഴുതി. പഠിച്ചു, എന്ത് പഠിച്ചു. അപ്പം ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇവിടേക്ക് എന്താണ്? ഒബ്ജക്റ്റ് വന്നിരിക്കണം. അപ്പോഴാണ് സെൻറ്റൻസ് എന്താ കംപ്ലീറ്റ് ആവുക. അപ്പം അതുകൊണ്ട് ഒബ്ജക്റ്റ് വരേണ്ട ക്രിയകൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഈ ഒരു ക്രിയകൾ, ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള ക്രിയകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മേനെയാണ് ഉപയോഗിക്കേണ്ടത്. വെള്ളം വെച്ചാൽ ഇവിടെ കേട്ടോ, വെള്ളം എന്ന് വെച്ചാൽ ഇതിൻ്റെ പാസ്വമായ ഈ കിയ, അതുപോലെ കായ, പിയ, ലിഗ, പട, ഇതൊക്കെ നമ്മൾ സെൻറ്റൻസിൽ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ പഠിച്ചു, കഴിച്ചു, ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മേനെ, ആപ്പനെ, ഉസ്നെ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയാണ്ട് ഇവിടെ ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഒന്ന് പറയാം, ചെയ്തു കിയ അല്ലേ, കിയ. മേനെ അപ്പന കാം കിയ. മേനെ ഇത് ഉപയോഗിക്കണം. മേനെ അപ്പന കാം കിയ. ഇനി ഞാൻ പറയാണ് ഞാൻ പോയി, അല്ലെങ്കിൽ ഞാൻ അവിടെ പോയി.
അപ്പോൾ ഇവിടെ പോയി എന്ന് പറയുന്നല്ലോ, പോയി, അവിടെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. പോയി എന്ന് പറയുമ്പോൾ ആരും ചോദിക്കോ എന്ത് പോയി, എന്ത് പോയി ചോദിക്കോ ഇല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് വേണ്ട, ഒബ്ജക്റ്റ് വേണ്ട. അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത്. എന്നുവെച്ചാൽ ഈ കാണുന്ന ഇവിടെ അല്ല, ഈ സൈഡ്, ഈ മഞ്ഞ നിറത്തിലുള്ള വെർബിൻ്റെ ക്രിയകളുടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ഇത് ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കാതെ എന്ത് ഉപയോഗിക്കണം, അവിടെ നമ്മൾ സാധാരണയുള്ള സബ്ജക്റ്റ് ഉപയോഗിക്കുക, മേ എന്ന് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു ഞാൻ പോയി മേനെ ഗയ എന്ന് പറയരുത്. മേനെ ഗയ തെറ്റാണ്, മേ ഗയ. ഇനി ഇവിടെ നോക്കാം, ഞാൻ കഴിച്ചു, മേനെ ഖായ എന്ത് കഴിച്ചു, ഭക്ഷണം, മേനെ ഖായ. അപ്പോൾ ഇവിടെ ഞാൻ വന്നു, മേനെ ആയ എന്ന് പറയരുത്, മേ ആയ. അതുപോലെ ഞാൻ പറയാണ്, ഞാൻ കുടിച്ചു, മേ പിയ എന്നല്ല, മേനെ പിയ. കാരണം എന്ത് കുടിച്ചു എന്ന് വരുമല്ലോ, എന്ത് കുടിച്ചു അല്ലേ, മേനെ പാനി പിയ. ഇവിടെ സോന അതിൻ്റെ പാസ്റ്റ് ഫോമാണ് സോഗയ. മേനെ സോഗയ എന്ന് പറയരുത്, മേ സോഗയ. എന്താണ് മേ സോഗയ. അപ്പം പറഞ്ഞു വരുന്നത്, ഇവിടെ നിങ്ങൾ ഈ വെള്ള നിറത്തിലുള്ള ക്രിയയുടെ പാസ്റ്റ് ഫോം ഇത് ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ഉപയോഗിക്കേണ്ടത്, മേനെ ആപ്പനെ ഇതാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ ഇവിടെ ഈ കാണുന്ന ഇതൊക്കെ എന്താണ്, ഒബ്ജക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒബ്ജക്റ്റ് വരാത്ത ക്രിയകളാണ്. അപ്പം അതുകൊണ്ട് ഈ മഞ്ഞ നിറത്തിലുള്ള ക്രിയകളുടെ പാസ്റ്റ് ഫോം ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ഇത് ഉപയോഗിക്കാതെ നമ്മൾ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സബ്ജക്റ്റാണ് ഉപയോഗിക്കേണ്ടത്. മേ, ആ, തും, വോ, വേ, ഹം ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് ജസ്റ്റ് അയക്കുക, ഞാൻ ചെക്ക് ചെയ്തോളാം. ഓക്കെ.